നമസ്കാരം. KSRTC എന്ന പൊതുഗതാഗത സംവിധാനം നാടിൻ്റെ മുക്കിലും മൂലയിലും ഗ്രാമാന്തരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും എന്ന ഒരു ഉറപ്പോടെയാണ് KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റത്. ഉൾഗ്രാമങ്ങളിലേക്ക് വരെ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ആ അലയൊലികൾ എത്തുകയും സാധാരണക്കാർക്ക് വരെ KSRTCയും മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളും പ്രാപ്യമാവുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഗതാഗത സംവിധാനത്തെ മാറ്റും എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഒരുപാട് മാറ്റങ്ങൾ KSRTCയിൽ അദ്ദേഹം കൊണ്ടുവന്നു. കോർപ്പറേഷനെ ലാഭത്തിലാക്കാനുള്ള നിരവധി ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതുപോലെ ലാഭമുണ്ടാക്കാൻ ഓർഡിനറി ബസ്സുകളുടെ രാത്രി ട്രിപ്പുകൾ വ്യാപകമായി വെട്ടിക്കുറച്ചു. ഇതിനെതിരെ ഇപ്പോൾ വ്യാപക വിമർശനം ഉയരുകയാണ്. KSRTC പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയത്. എന്നാലും സാധാരണക്കാരായ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് ഇത് യാത്രാ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നാണ് പരാതി. ഈ ഒരു പരീക്ഷണം സ്വകാര്യ ബസ്സുകാരും ഇപ്പോൾ പകർത്തുകയാണ്. അതോടുകൂടി യാത്രാ സംവിധാനം ഗ്രാമങ്ങളിലും ഉൾഗ്രാമങ്ങളിലുമുള്ള യാത്രാ സംവിധാനം ഏതാണ്ട് പാടെ നിലച്ച മട്ടാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റൂട്ട് പരിഷ്കരണത്തിൻ്റെ മറവിലാണ് കിലോമീറ്ററിന് 28 രൂപയ്ക്ക് താഴെ വരുമാനമുള്ള ട്രിപ്പുകൾ KSRTC റദ്ദാക്കിയത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ ഓർഡിനറി ബസ്സുകളിലാണ് ആദ്യ പരീക്ഷണം നടത്തിയത്. ക്രമേണ ഇത് മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു. പരീക്ഷണത്തിലൂടെ 52,456 കിലോമീറ്റർ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ KSRTC അവകാശപ്പെടുന്നത്. ഇത് അനാവശ്യ ഓട്ടം എന്ന രീതിയിലാണ് ഇതിനെ കണക്കാക്കുന്നത്. പക്ഷേ സാധാരണക്കാരൻ യാത്ര ചെയ്യുന്ന KSRTC പോലുള്ള സംവിധാനങ്ങൾ ഇത്തരത്തിൽ ലാഭം മാത്രം നോക്കി മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. രാത്രി ട്രിപ്പുകൾ സ്റ്റേ സർവീസുകളാക്കി മാറ്റിക്കൊണ്ടാണ് ഈ ഒരു പരീക്ഷണം KSRTC തുടങ്ങിയത്. അതിരാവിലെ യാത്രക്കാരുള്ളപ്പോൾ മാത്രമാകും മടക്കയാത്ര. ജീവനക്കാർക്ക് ഡ്യൂട്ടി ലഭിക്കുന്നതിനാൽ തൊഴിലാളി സംഘടനകളും ഈ ഒരു സംവിധാനത്തെ എതിർത്തില്ല എന്നത് മറ്റൊരു കാര്യം. പകൽ സമയത്തെ ട്രിപ്പുകളിലേക്കും പരീക്ഷണം നീണ്ടതോടെ ദിവസം 1,00,000-ലധികം കിലോമീറ്റർ കുറയ്ക്കാൻ സാധിച്ചു എന്ന് KSRTC പറയുന്നു. ദിവസം 18 ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിരുന്ന KSRTC ഇപ്പോൾ 14 ലക്ഷം കിലോമീറ്ററായി ഇത് ചുരുക്കി. എന്നാൽ ഇത് ഉൾപ്രദേശങ്ങളിലേക്കുള്ള യാത്രക്കാരെ കാര്യമായി ബാധിക്കുന്നു. തിരക്ക് കുറഞ്ഞ സമയത്ത് സ്വകാര്യ ബസ്സുകളും ട്രിപ്പ് റദ്ദാക്കി പരീക്ഷണം തുടങ്ങിയതോടെയാണ് യാത്രക്കാർ ദുരിതത്തിലായത്. പരാതി മന്ത്രിക്ക് മുന്നിലെത്തി കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. KSRTCയുടെ അതേ പാത സ്വകാര്യ ബസ്സുകാരും പിന്തുടർന്നാൽ എന്താകും അവസ്ഥ എന്നുള്ള കാര്യമാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഇതിനെതിരെ സ്വകാര്യ ബസ്സുകളും രംഗത്ത് വന്നു. റൂട്ട് പരിഷ്കരണം എന്ന പേരിൽ KSRTC ട്രിപ്പ് വെട്ടിക്കുറയ്ക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ ബസ്സുകാരെ തിരഞ്ഞുപിടിച്ച് കേസെടുക്കുകയാണെന്ന് ബസ്സുടമകൾ പറയുന്നു. അതേസമയം KSRTCയിലെ യൂണിഫോമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ല എന്ന സൂചനയും പുറത്തുവരുന്നു. ഉത്തരവിറങ്ങി 4 മാസം പിന്നിട്ടിട്ടും KSRTCയിലെ യൂണിഫോം മാറ്റം പൂർത്തിയായിട്ടില്ല. ആവശ്യത്തിന് യൂണിഫോം യഥാസമയം സർക്കാർ തുണിമില്ലിൽ നിന്ന് ലഭിക്കാതെ വന്നതും സ്ഥലം മാറ്റം കാരണമുണ്ടായ ആശയക്കുഴപ്പവുമൊക്കെ ഇതിന് കാരണമായി എന്ന് ജീവനക്കാർ പറയുന്നു. 2023 നവംബറിൽ നേവി ബ്ലൂ, സ്കൈ ബ്ലൂ യൂണിഫോമിൽ നിന്ന് വീണ്ടും കാക്കിയിലേക്ക് മാറാൻ ഉത്തരവിറങ്ങി. 2024 ജനുവരി മുതൽ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും കാക്കി യൂണിഫോം എന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. ഒരേ തുണി ലഭിക്കാനായി സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷനെയാണ് തെരഞ്ഞെടുത്തത്. ആലപ്പുഴ, കോമളപുരം സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മിൽ, കണ്ണൂർ, പിണറായിയിലെ ഹൈടെക് വീവിംഗ് മിൽസ് എന്നിവിടങ്ങളിൽ നിന്ന് തുണി വാങ്ങാനായിരുന്നു ജീവനക്കാർക്ക് നിർദ്ദേശം. സ്ഥിര ജീവനക്കാർക്ക് 2 ജോഡി യൂണിഫോമിൻ്റെ തുക കോർപ്പറേഷൻ തന്നെയാണ് നൽകുന്നത്. എല്ലാ ഡിപ്പോകളിലേക്കും ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തുണി എത്തിച്ചു നൽകി. അടുത്ത ഘട്ടവും എത്തിച്ചെങ്കിലും ഇതിനിടെ സ്ഥലം മാറ്റ ഉത്തരവുകൾ ഇറങ്ങി പല ജീവനക്കാരും മറ്റ് ഡിപ്പോകളിലേക്ക് മാറി. ഓരോ ജീവനക്കാരൻ്റെയും പേരിലാണ് തുണി വാങ്ങിയത് എന്നതിനാൽ സ്ഥലം മാറിയെത്തിയ ആൾക്കാർക്ക് ആ തുണി അനുവദിക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടായി. അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് ഓരോ ഡിപ്പോയിലും നിലവിലുള്ള ജീവനക്കാർക്ക് യൂണിഫോം നൽകാൻ തീരുമാനിച്ച് വിതരണവും തുടങ്ങി. ഇതിനിടെ ബദലി ആക്ട് പ്രകാരമുള്ള താൽക്കാലിക ജീവനക്കാർ സ്വന്തം പണം മുടക്കി തുണി വാങ്ങണം എന്ന് പറഞ്ഞത് ആശയക്കുഴപ്പമായി. 2 ജോഡിക്ക് തയ്യൽക്കൂലി ഉൾപ്പെടെ 4,000 രൂപ വരെ ചെലവ് വരും. ഇതാണ് എംപാനൽ ജീവനക്കാരെ ബുദ്ധിമുട്ടിലാക്കിയത്.